നെഹെമ്യാവ് അധ്യായം 13. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബ്യരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റു വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലെയാമിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കിയെന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ആ ന്യായപ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളൊക്കെയും ഇസ്രായേലിൽ നിന്ന് വേർപിരിച്ചു. അതിനു മുമ്പേ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന എല്യാശീബ് പുരോഹിതൻ തോബിയാവിന്റെ ബന്ധുവായിരുന്നതിനാൽ അവന് ഒരു വലിയ അറ ഒരുക്കി കൊടുത്തിരുന്നു. മുമ്പേ അവിടെ ഭോജനയാഗം, കുന്തുരുക്കം, ഉപകരണങ്ങൾ എന്നിവയും ലേവ്യർക്കും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും വേണ്ടി നിയമിച്ച ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള ഉദർച്ചാർപ്പണങ്ങളും വെച്ചിരുന്നു. ഈ കാലത്തൊക്കെയും ഞാൻ യെരൂശലേമിൽ ഉണ്ടായിരുന്നില്ല. ബാബേൽ രാജാവായ അർത്തശിഷ്ടാവിന്റെ 32-ാം ആണ്ടിൽ ഞാൻ രാജാവിന്റെ അടുക്കൽ പോയിരുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ രാജാവിനോട് അനുവാദം വാങ്ങി യെരൂശലേമിലേക്ക് വന്നാറെ എല്യാശീബ് തോബിയാവിന് ദേവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കി കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു. അത് എനിക്ക് അത്യന്തം വ്യസനമായതുകൊണ്ട് ഞാൻ തോബിയാവിന്റെ വീട്ടുസാമാനമൊക്കെയും അറയിൽ നിന്ന് പുറത്ത് എറിഞ്ഞു കളഞ്ഞു. പിന്നെ ഞാൻ കൽപ്പിച്ചിട്ട് അവർ ആ അറകളെ ശുദ്ധീകരിച്ചു. ദേവാലയത്തിലെ ഉപകരണങ്ങളും ഭോജനയാഗവും കുന്തുരുക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി. ലേവ്യർക്ക് ഉപജീവനം കൊടുക്കായികയാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും ഓരോരുത്തൻ താന്താന്റെ നിലത്തിലേക്ക് പൊയ്ക്കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. പ്രമാണികളെ ശാസിച്ചു. ദേവാലയത്തെ ഉപേക്ഷിച്ചു കളഞ്ഞത് എന്തായെന്ന് ചോദിച്ച് അവരെ കൂട്ടിവരുത്തി അവരുടെ സ്ഥാനത്ത് നിർത്തി. പിന്നെ എല്ലാ യഹൂദന്മാരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം ഭണ്ഡാരഗൃഹങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ശെലേമ്യ പുരോഹിതനെയും സാദോക്ക് ശാസ്ത്രിയെയും ലേവ്യരിൽ പെദായാവെയും ഇവർക്ക് സഹായിയായിട്ട് മത്ഥന്യാവിന്റെ മകനായ സക്കൂരിന്റെ മകൻ ഹനാനെയും ഭണ്ഡാരഗൃഹങ്ങളുടെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവരെ വിശ്വസ്തരെന്ന് എണ്ണിയിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് പങ്കിട്ടു കൊടുക്കുന്നതായിരുന്നു അവരുടെ ഉദ്യോഗം. എൻ്റെ ദൈവമേ, ഇത് എനിക്കായി ഓർക്കണമേ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവൃത്തികളെ മായ്ച്ചു കളയരുതേ. ആ കാലത്തെ യഹൂദായിൽ ചിലർ ശബത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബത്തിൽ വീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായ ചുമടെല്ലാം യെരൂശലേമിലേക്ക് ചുമന്നുകൊണ്ട് വരുന്നതും കണ്ടു. അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. സോര്യരും അവിടെ പാർത്ത് മത്സ്യവും പലചരക്കും കൊണ്ടുവന്ന് ശബത്തിൽ യഹൂദ്യർക്കും യെരൂശലേമിലും വിറ്റുപോന്നു. അതുകൊണ്ട് ഞാൻ യഹൂദ ശ്രേഷ്ഠന്മാരെ ശാസിച്ചു. നിങ്ങൾ ശബത്ത് നാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നതെന്ത്? നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാലല്ലയോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിന്മേലും ഈ അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നത്? എന്നാൽ നിങ്ങൾ ശബത്തിനെ അശുദ്ധമാക്കുന്നതിനാൽ ഇസ്രായേലിന്മേലുള്ള ക്രോധം വർദ്ധിപ്പിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ ശബത്തിന് മുമ്പേ യെരൂശലേം നഗരവാതിലുകളിൽ ഇരുട്ടായി തുടങ്ങുമ്പോൾ വാതിലുകൾ അടപ്പാനും ശബത്ത് കഴിയും വരെ അവ തുറക്കാതിരിപ്പാനും ഞാൻ കൽപ്പിച്ചു. ശബത്ത് നാളിൽ ഒരു ചുമടും അകത്തു കടത്താതിരിക്കേണ്ടതിന് വാതിലുകൾക്കരികെ എൻ്റെ ആളുകളിൽ ചിലരെ നിർത്തി. അതുകൊണ്ട് കച്ചവടക്കാരും പലചരക്ക് വിൽക്കുന്നവരും 1-2 പ്രാവശ്യം യെരൂശലേമിന് പുറത്ത് രാപാർത്തു. ആകയാൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. നിങ്ങൾ മതിലിനരികെ രാപാർക്കുന്നത് എന്ത്? നിങ്ങൾ ഇനിയും അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ പിടിക്കുമെന്ന് അവരോട് പറഞ്ഞു. ആ കാലം മുതൽ അവർ ശബത്തിൽ വരാതെയിരുന്നു. ലേവ്യരോട് ഞാൻ ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും വന്ന വാതിലുകളെ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു. എൻ്റെ ദൈവമേ, ഇതും എനിക്കായി ഓർത്ത് നിന്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നണമേ. ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമ്മോന്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ്യ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല. അവരെ ഞാൻ ശാസിച്ചു, ശപിച്ച് അവരിൽ ചിലരെ അടിച്ച് അവരുടെ തലമുടി പറിച്ചു. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കരുത്, അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കോ നിങ്ങൾക്കോ എടുക്കുകയും അരുതേ എന്ന് ആജ്ഞാപിച്ച് അവരെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചു.
ഇസ്രായേൽ രാജാവായ ശലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ? അവനെപ്പോലെ ഒരു രാജാവ് അനേകം ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കി. എങ്കിലും അവനെയും അന്യജാതിക്കാർത്തികളായ ഭാര്യമാർ വശീകരിച്ച് പാപം ചെയ്യിച്ചുവല്ലോ. നിങ്ങൾ അന്യജാതിക്കാരത്തികളെ വിവാഹം കഴിക്കുന്നതിനാൽ നമ്മുടെ ദൈവത്തോട് ദ്രോഹിക്കേണ്ടതിന് ഈ വലിയ ദോഷമൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ സമ്മതിക്കുമോ എന്ന് പറഞ്ഞു. യോയാദയുടെ പുത്രന്മാരിൽ മഹാപുരോഹിതനായ എല്യാശീബിന്റെ മകൻ ഹോരോന്യനായ സൻബല്ലത്തിന്റെ മരുമകനായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. എൻ്റെ ദൈവമേ, അവർ പൗരോഹിത്യത്തിൻ്റെയും ലേവ്യരുടെയും നിയമത്തെയും മലിനമാക്കിയിരിക്കുന്നത് അവർക്ക് കണക്കിടേണമേ. ഇങ്ങനെ ഞാൻ അന്യമായതൊക്കെ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഓരോരുത്തന് താന്താന്റെ വേലയിൽ ശുശ്രൂഷക്രമവും നിശ്ചിത സമയങ്ങൾക്ക് വിറകുവഴിപാടും ആദ്യഫലവും നിയമിക്കുകയും ചെയ്തു. എൻ്റെ ദൈവമേ, ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ.